തൊട്ടിട്ടൊന്നുമില്ല ഇതുവരെ. തൊട്ടോ? ഞാൻ അല്ല, തമാശ പറഞ്ഞല്ല. ഞാൻ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അരുണാചൽ പ്രദേശിൽ പോകുമ്പോൾ 10,000 കുട്ടികൾക്കൊക്കെ ക്യാമ്പ് നടത്തും. 4 ദിവസത്തെ ക്യാമ്പ്, 5 ദിവസത്തെ ക്യാമ്പ് ഒക്കെ ചെയ്യുമ്പം അവിടെയൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെയുള്ളവർ അറിയില്ലേ? അരുണാചൽ പ്രദേശിൽ എല്ലാവരെയും കണ്ട ഒരേപോലെ ഇരിക്കും. ഏതോ സിനിമയിൽ പറയില്ല, കടം മേടിച്ചാൽ തിരിച്ചു കൊടുത്തില്ല, കാരണം ആരടുത്ത് മേടിച്ച ഓർമ്മയില്ല എന്ന്. എല്ലാവരും കണ്ട ഒരേപോലെ. അതുപോലെ അപ്പൊ അവരൊന്നും തൊടും. എന്തിനാ അറിയോ? ഐ വാണ്ട് ടു ഗോ ഹോം. വീട്ടിൽ പോയിട്ട് പറയണം ഞാനൊരു ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റിനെ തൊട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവർ ഇന്ത്യക്കാരാണെന്ന് അവർക്ക് പോലും തോന്നാറില്ല. ആരും പോകാത്ത സ്ഥലം. അവിടെയൊക്കെ പോയിട്ട് ഞാൻ 10 ദിവസം താമസിക്കും അവരെ പഠിപ്പിക്കാൻ. അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ. കുറേ കുട്ടികളുണ്ട്. ഇന്നലെ കൊച്ചിയിൽ വന്നു ഒരു പയ്യൻ കാണാൻ. അവൻ 9ാം ക്ലാസ്സിൽ അവിടെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇപ്പം കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വന്നതാണ്. അങ്ങനെ കുറേ പേരുണ്ട്. ISROയിലൊക്കെ ജോലി ചെയ്യാവുന്ന കുറേ 10,000-കണക്കിന് ആൾക്കാരുണ്ട് ഓരോ സെൻറ്ററിലും. എൻ്റെ സെൻറ്റർ വളരെ ചെറിയ സെൻറ്ററാണ്. ഞാൻ ISROയിലല്ല, സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് വലുതും അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ISRO. ISROൻ്റെ ചെയർമാൻ സ്പേസിൻ്റെ സെക്രട്ടറിയാണ്. സ്പേസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഗവൺമെൻറ്റിൽ. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് ISRO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ചെയർമാൻ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. രണ്ടും ഒന്നാന്നുള്ളതാണ്. രണ്ടും ഹെഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അറിയാണ്ട് പെട്ടുപോയതാണ് അതിനകത്ത്. എല്ലാം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോ ലൈക്ക് എ റിവർ. ഇങ്ങനെ പോയി ഒരാളെ കണ്ടു, അയാൾ പറഞ്ഞു നല്ലതാണ്, എന്നാൽ ശരി എന്നാൽ വന്ന് ഞാൻ വരാമെന്നു. അങ്ങനെ പോയതാണ്. അവിടെ ഞാൻ ചെയ്യുന്നത്, നിങ്ങളെ ഈ മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പ്, ആ സാധനം പണ്ട് കാർഗിൽ വാറൊക്കെ ഇല്ലേ, ആ സമയത്തൊന്നും ഗൂഗിൾ മാപ്പില്ല. വീരപ്പനെ പിടിക്കാൻ പോലീസിന് ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തത് ഞാൻ. അതൊക്കെ ഉണ്ടാക്കിയ പണിയാണ് എൻ്റെ പണി. കള്ളന്മാരെ പിടിക്കാനുള്ള മാപ്പ് ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ പണി. പാകിസ്ഥാൻ യുദ്ധത്തിലും അങ്ങനെയൊക്കെ ചെയ്ത പണിയാണ്. മാപ്പ്, സാറ്റലൈറ്റ് ഡാറ്റ. അന്നൊന്നും ഇന്ത്യൻ സാറ്റലൈറ്റ് ഇല്ല. ഞാൻ ഉണ്ടാക്കിയൊക്കെ ഫ്രഞ്ച് സാറ്റലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന പണി. അപ്പം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലും ISROയിലൊന്നും അല്ല. നിങ്ങൾ റോന്ന് കേട്ടിട്ടില്ലേ? അതിലാണ് എൻ്റെ പണി. അപ്പോൾ സ്പൈയിങ് ആണ് എൻ്റെ പണി. ഓക്കെ, പോലീസാണ്, സത്യം പറഞ്ഞ പോലീസാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. പക്ഷെ അതിൻ്റെ പണി ചെയ്യുന്നത് ഈ സ്പേസിൻ്റെ കീഴിൽ. അങ്ങനെ ചെയ്യുക സാധാരണ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ ആരുമില്ല എൻ്റെ പദവിയിലെത്തിയിട്ടുള്ള. ഒരാളേ ഉള്ളൂ, കുര്യൻ. അയാൾ പക്ഷേ പോലീസിലൂടെ പോയതാണ്. സിവിലിയനായിട്ട് ആരും അവിടെ എത്തിയിട്ടില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്തതെന്ന് TK നായർക്കൊക്കെയാണ്. TK നായർ അന്ന് സെക്രട്ടറിയാണ്. അതുപോലെ അവരൊക്കെ PM's ഓഫീസിൽ IASലൂടെ എത്തിയിട്ടുള്ളതാണ്. IAS ഇല്ലാണ്ട്, പോലീസ് ഇല്ലാണ്ട്, IPS ഇല്ലാണ്ടും ഒക്കെ അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ. പക്ഷേ സ്പേസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ പണികൾ ചെയ്യുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലൊരു എയർക്രാഫ്റ്റ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. അതിനെ പിടിക്കാനുള്ള മാപ്പ് ഞാനാണ് കൊടുത്തത്. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ കേസിൽ ആ സ്ത്രീയുടെ മുഖം കണ്ടുപിടിക്കാനുള്ള ടീമിൽ ഞാനുണ്ടായിരുന്നു. കാരണം ബോംബ് ബ്ലാസ്റ്റാണ് ഉണ്ടാവുക. എൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇവരെടുക്കുന്ന വീഡിയോ ക്ലിയർ അല്ല എന്ന് വിചാരിക്കുക. ക്ലിയർ ആക്കാനുള്ള സോഫ്റ്റ്വെയർ എഴുതുന്നതാണ് എൻ്റെ പണി. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ പിന്നെ സിഗ്നലിൽ ഇതെടുക്കുമല്ലോ, നമ്പർ, ആ നമ്പർ ബ്ലർഡ് ആയിരിക്കും. സ്പീഡുള്ള സാധനം പടം എടുത്താൽ ബ്ലർഡ് ആവില്ലേ? അതിനെങ്ങനെ ക്ലിയർ ആക്കാം? അതിനുള്ള സോഫ്റ്റ്വെയർ എഴുതുന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. മാത്തമാറ്റിക്സ് ആണ് എൻ്റെ വിഷയം. ഇതൊക്കെ മാത്തമാറ്റിക്സാണ്. സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ് എൻ്റെ. അതൊരു പുതിയ ഓഫീസ് തുടങ്ങി. ആ ഓഫീസിലെ ആദ്യത്തെ സയൻറ്റിസ്റ്റാണ് ഞാൻ. ഒരു പുതിയ ഓഫീസ് തുടങ്ങിയിട്ട് മിലിറ്ററി ഇതൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കുന്ന ഒരു ടീമിൽ പെട്ടുപോയി. ആ സമയത്താണ് രാജീവ് ഗാന്ധി അസാസിനേഷൻ. അത് നല്ല കഥയാണ്. ഞാൻ ജോലിക്ക് ചേരുന്ന ദിവസമാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത്. ഞാൻ MSCക്ക് ചേർന്ന ആ ദിവസമാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. ഞാൻ ജനിച്ച കൊല്ലാണ് നെഹ്റു മരിച്ചത്. അല്ല, ഇത് ഹിസ്റ്ററി പഠിക്കാനുള്ള മെത്തേഡാണ്. അങ്ങനെ ഓർക്കേണ്ടത്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണനെ കണ്ട കൊല്ലം, അത് കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രാമകൃഷ്ണൻ മരിച്ചത്. ഇങ്ങനെയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സംഭവം ഓർക്കാൻ പറ്റും.
ഏത് കൊല്ലം എവിടെയാണ്? ചിക്കാഗോയിലായിരുന്നു ടോക്ക്. അതിനു മുമ്പ് ഹൈദരാബാദിലായിരുന്നു ടോക്ക് നിസാമിൻ്റെ അടുത്ത്. കന്യാകുമാരി മുതൽ അൽമോറ വരെ പോയിട്ടുണ്ട്. ഇന്ന കൊല്ലൊക്കെയാണ്. ഞാൻ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസിൽ 12 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ. അവിടെ ഒരു കോടിക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. രാവിലെയും വൈകുന്നേരവും 400 കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ടാവും. 12 കൊല്ലം 400 കുട്ടികൾ ഓരോ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവും ആ ഗണ്യാൽ അല്ലേ? അവിടെ ഞായറാഴ്ചകളിൽ ആർട്ട് ഓഫ് പാരൻറ്റിങ്, മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിൽ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു. ഹൈദരാബാദാണ് സെൻറ്റർ. അവിടുത്തെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്. ഞാൻ കൽക്കട്ടയിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാർ പറയും ഇയാളെ പിഴിഞ്ഞാൽ വിവേകാനന്ദനെ കിട്ടുന്നു. അങ്ങനെ വിവേകാനന്ദനെ കുറിച്ച് പറയുമായിരുന്നു. വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പിഴിഞ്ഞാൽ ഇന്ത്യ കിട്ടുന്നു. ഗോട്ട് ഇറ്റ്? ഇഫ് യു വാണ്ട് ടു നോ ഇന്ത്യ, എക്സ്ക്യൂസ് മീ എന്നാണ് പറഞ്ഞത്. വിവേകാനന്ദൻ ഈ കാണുന്ന മനുഷ്യനൊന്നുമല്ല കേട്ടോ. ഭഗീരഥി എന്ന റിവർ കേട്ടിട്ടില്ലേ? ഭഗീരഥ പ്രയത്നം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഭഗീരഥി റിവർ ഉണ്ട്. അതിൻ്റെ ഓരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് ക്രോസ് ആയിട്ട് നീന്തുമായിരുന്നു. നല്ലൊരു സ്വിമ്മറാണ്. അതുകൊണ്ടാണ് കന്യാകുമാരിയിൽ നിന്ന് സ്വിം ചെയ്തിട്ട് എവിടെ പോകാൻ പറ്റിയത്. നല്ലൊരു ജിമ്മുള്ള ആളായിരുന്നു. അസല് ജിമ്മാണ്, നല്ല മസിൽസാണ്. അത് വെറുതെ ഒന്നല്ല പറഞ്ഞു യൂത്തിൻ്റെ മസിൽ വേണമെന്നൊക്കെ. അയാൾക്കുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ബുക്ക് വായിച്ച് തീർക്കാനായിട്ട് 1 നിമിഷം മതി. ടിപ്പ് നടിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും പറയും. ഇത്രയും വിവരമായി. എങ്ങനെയാ മക്കളെ ഇതൊക്കെ പഠിപ്പിക്കുക? എനിക്കറിയില്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ പഠിപ്പിക്കും. ഡോക്യുമെൻ്ററി വിവേകാനന്ദ ഒരു 100-ലധികം ഉണ്ടാവും. എത്ര പേര് കണ്ടിട്ടുണ്ട് പറ? ഈ പടം കണ്ടിട്ട് ഇത് വായിക്കുക പോലും ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം? ഓ, ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് അറിയണമല്ലോ എന്നിട്ട് ഡോക്യുമെൻ്ററീസ് കാണാം. ഇന്ന് മുതൽ തുടങ്ങും. നമ്മൾ തുടങ്ങും വീട്ടിൽ. ആ സൗണ്ട് ഒരു 10 പ്രാവശ്യം കേൾക്കട്ടെ മക്കള്. മനസ്സിലുണ്ടോ? SP ബാലസുബ്രഹ്മണ്യം മ്യൂസിക് ആണെങ്കിൽ SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള, ലക്ഷ്മിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്, അറിയോ? തപ്പി നോക്കി കാണും. ഇത് ബ്യൂട്ടിഫുൾ സിനിമയാണെന്നറിയോ? മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള അഗാധമായിട്ടുള്ള ഒരു തെലുങ്ക് സിനിമയുണ്ട്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്. കാരണം ഒരു പാട്ടും മലയാളത്തിലല്ല, വേറൊരു ലാംഗ്വേജിലും മാറ്റാൻ പറ്റാത്ത തെലുങ്ക് സിനിമയാണ്. തപ്പി കണ്ടുപിടിക്കും. അത്രയും നന്നായിട്ട് മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയില്ല. അത്രയും ബെസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ട് കാണുക. മ്യൂസിക് ബേസ്ഡ് ആണ്, കംപ്ലീറ്റ് മ്യൂസിക് ബേസ്ഡ് ആണ്. എന്ത് രസകരമായ എത്ര നല്ല സിനിമകളുണ്ടെന്ന് അറിയാം. അപ്പൊ ഈ സിനിമ കാണുന്നതൊക്കെ വേസ്റ്റ് ആണെന്ന് തോന്നരുത്, അതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ഡോക്യുമെന്ററി ആണ് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവം. വായിക്കണം എന്നില്ല, പക്ഷെ അത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല. നോട്ട്സ് ഉണ്ടാക്കണം, ബുക്ക് ഉണ്ടാക്കണം, അതിനെ എഴുതണം. അങ്ങനെ എഴുതി പഠിക്കുന്ന ശീലം ഉണ്ടായാൽ ബിക്കം സക്സസ്ഫുൾ. പിന്നെ